So hello everyone. So today's topic of discussion is motor system. So നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് സിമി മാമിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടോപ്പിക്സ് ആയിരിക്കും. So it will be like an introduction to motor system. So the first thing is, what is movement? Movement means it is the displacement of the body parts that results a change in the position of the body. So basically it is the displacement of body parts that results in the change in the position of the body. നമുക്കറിയാം മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് ദർ വിൽ ബി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി പാർട്സ് ആൻഡ് നമ്മളുടെ ബോഡി പാർട്സിൻ്റെ പൊസിഷനിലും ചേഞ്ച് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ദ ബേസിക് തിങ് വാട്ട് ഈസ് മൂവ്മെൻറ്റ് ആൻഡ് എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഇറ്റ് ഇസ് ജസ്റ്റ് 2 പോയിൻറ്റ്സേ ഉള്ളൂ. ദറ്റ് ഈസ് ദ കോൺട്രാക്ഷൻ ഓഫ് ദി അഗണിസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ആൻറ്റഗോണിസ്റ്റ് മസിൽ. നമുക്കറിയാം അഗോണിസ്റ്റ് മസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഇറ്റ് ഇസ് ഒപ്പോസിങ് ദ മൂവ്മെൻറ്റ് ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഇൻക്രീസിങ് ദി ആംഗിൾ അറ്റ് ദ ജോയിൻറ്റ്. ഓക്കെ, സോ നമ്മൾ ആകെ പറഞ്ഞു വാട്ട് ഇസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി പാർട്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ബോഡി. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദി കോൺട്രാക്ഷൻ ഓഫ് ദി agonist muscle. It is contraction of the agonist muscle. Agonist muscle means it's opposing the movement and that's why it is increasing the angle at the joint. And the next one is the relaxation of the antagonist muscle. Next we're coming to the classification of movement. Movement can be classified into automatic movement and volitional movement. Automatic movement ennu parnal it is reflexive aanu, whereas volitional movement is voluntary. ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് റാപ്പിഡ്ലി ആണ്. നമുക്കൊരു ഏറ്റവും എക്സാമ്പിൾ പറയാം, നമ്മളിപ്പം ഒരു കാല് എവിടെയെങ്കിലും കോർണറിൽ പോയി ഇടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പെട്ടെന്ന് കാല് പുറകോട്ട് എടുക്കുന്നത് ഇറ്റ്സ് എ വെരി റാപ്പിഡ് റെസ്പോൺസ്. സോ അതാണ് എക്സാമ്പിൾ ദാറ്റ് ഇസ് റാപ്പിഡ് റെസ്പോൺസ് ടു എ നോസിസെപ്റ്റീവ് സ്റ്റിമുലസ്. നോസിസെപ്റ്റീവ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിന് നമുക്കൊരു റാപ്പിഡ് റെസ്പോൺസ് ഉണ്ടാകുന്നു. സോ ഇറ്റ് ഇസ് ബേസിക്കലി എന്താണ്, അതൊരു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് ആണ്, റിഫ്ലെക്സീവ് ആണ്, വെരി ഫാസ്റ്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. whereas volitional movement എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ത്രെഡിങ് എ നീഡിൽ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ ടൈം എടുത്ത് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് ബേസിക്കലി എ വോളണ്ടറി മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് സ്ലോ ഇൻ എക്സിക്യൂഷൻ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇമോഷൻ, മോട്ടിവേഷൻ. നമുക്ക് ഓരോ ആ ഫാക്ടേഴ്സൊക്കെ വെച്ച് നമ്മുടെ ആ ചെയ്യുന്നതിൻ്റെ സ്പീഡും ഇതൊക്കെ കുറയും ആൻഡ് ഇറ്റ് കെൻ ബി അഫക്റ്റഡ്. സോ ദാറ്റ്സ് വാട്ട് ഇസ് സേയിങ് വോളിഷണൽ മൂവ്മെൻറ്റ് ഇസ് വോളണ്ടറി ആണ്, ഇറ്റ് ഇസ് സ്ലോ ഇൻ എക്സിക്യൂഷൻ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ്. നെക്സ്റ്റ് ഇസ് ഹൗ ഡസ് മൂവ്മെൻറ്റ് ഒക്കർ. ഹൗ ഡസ് മൂവ്മെൻറ്റ് ഒക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് മതി അതിൻ്റെ ഇത് പറയാൻ. മോട്ടോർ സിഗ്നൽസ് ആണല്ലോ അതിന് റെസ്പോൺസിബിൾ ആവുന്നതും. ദീസ് മോട്ടോർ സിഗ്നൽസ് എവിടെയാണ് ഉണ്ടാകുന്നത്, ഓഫ് കോഴ്സ് ആർ ജനറേറ്റഡ് ഇൻ ദി മോട്ടോർ ന്യൂറോൺസ്. ദിസ് എ വെരി ബേസിക് തിങ്. മോട്ടോർ സിഗ്നൽസ് ഗെറ്റ് ജനറേറ്റഡ് ഇൻ ദ മോട്ടോർ ന്യൂറോൺസ് ഇൻ ദ സ്പൈനൽ കോഡ്. നമുക്ക് ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ ഹൗ ഇസ് ദിസ് മൂവ്മെൻറ്റ് ഒക്കറിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോട്ടോർ കോർട്ടെക്സിൽ നിന്നും the signals get relayed to the brain stem, then to the spinal cord. അവിടെ സ്പൈനൽ കോഡിൽ നിന്ന് അവിടെ എന്തും കൂടെ വരുന്നുണ്ട്, there will be sensory input. So this motor signals generated in the motor neurons get relayed into the motor cortex, then brain stem, spinal cord, where it interacts with the sensory input also. Sensory inputum കൂടെ ആയിട്ട് interact ചെയ്തിട്ട് it will give out an motor output to the muscles. Of course ആർക്കാണ് ഈ മോട്ടർ ഔട്ട്പുട്ട് കൊടുക്കുന്നത്, മസിൽസ്. ആൻഡ് ആ മസിൽസിനപ്പോൾ എന്ത് സംഭവിക്കും, there will be movement. So that's how movement is occurring. മോട്ടോർ കോർട്ടെക്സിൽ നിന്നും സിഗ്നൽസ് ഗെറ്റ് റിലേറ്റ് ടു ദ ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നും ഇറ്റ് വിൽ ഗോ ടു ദ സ്പൈനൽ കോഡ് where it is interacting with the sensory input. Then it is giving out a motor output. Of course motor output ആർക്കയക്കുന്നത്, മസിൽസ്. And that's causing the final effect is the movement. The next one is 3 type of feedback control systems ആണ് നമുക്ക് മൂവ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. So the first one is local, second one is central, third one is special sensory. So the first one is local എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അഗൈൻ നമുക്ക് വെരി ഫെമിലിയർ ആണ്, നോസിസെപ്റ്റീവ് റെസ്പോൺസ്, റാപ്പിഡ് റെസ്പോൺസ് ടു എ നോസിസെപ്റ്റീവ് സ്റ്റിമുലസ്. നമുക്ക് അങ്ങനെ വെച്ച് ചിന്തിച്ചാൽ ഇറ്റ് ഇസ് എ വെരി ബേസിക് ലോവസ്റ്റ് ലെവൽ ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദി സ്പൈനൽ കോഡ്. No interaction with efferents from supraspinal signals arising from other parts of CNS. അതുകൊണ്ട് തന്നെ it controls gross reflexive movement. Here speed is more important than accuracy. ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ഇറ്റ് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മളിത് സെൻട്രലായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
അത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ സെൻറ്റൻസ് ആണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. വേറസ് സെൻട്രൽ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ഒൺലി ഇൻ ദ സ്പൈനൽ കോഡ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദ സ്പൈനൽ കോഡ്, ബ്രെയിൻ സ്റ്റെം, കോർട്ടെക്സ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് വേറെ സുപ്രാസ്പൈനൽ സെഗ്മെൻറ്റ്സ്, വേറെ അഫറൻസ് ഫ്രം ദ സുപ്രാസ്പൈനൽ സിഗ്നൽസ് ഒന്നുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടുള്ളൊരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് ജസ്റ്റ് കൺട്രോളിങ് ദ ഗ്രോസ് റിഫ്ലെക്സീവ് മൂവ്മെൻറ്റ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ദർ ഇസ് ഇൻട്രാക്ഷൻ വിത്ത് അതർ സിഗ്നൽസ് അറൈസിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സുപ്രാസ്പൈനൽ സെഗ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഒരു ഗ്രോസ് റിഫ്ലെക്സീവ് ഇതല്ല, സ്പെസിഫിക് പ്രിസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അക്യുറസി ഇല്ല, പ്രിസിഷൻ ഇല്ല. ഈ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ഇൻ ദ ലോക്കൽ ഫീഡ്ബാക്ക് മെക്കാനിസം. അവിടെ നമുക്ക് സ്പീഡുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സെൻട്രൽ ഇവിടെ നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ട് വിത്ത് അതർ സിഗ്നൽസ് അറൈസിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സുപ്രാസ്പൈനൽ സെഗ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ച് കുറഞ്ഞാലും ദർ വിൽ ബി പ്രിസിഷൻ, ദർ വിൽ ബി അക്യുറസി. അതാണ് നമ്മുടെ എക്സാമ്പിൾ ഓഫ് ത്രെഡിങ് എ നീഡിൽ. ഒന്നുകൂടെ പറയാം, ലോക്കൽ എന്ന് പറയുന്നത് വെരി ബേസിക്, ദ ലോവസ്റ്റ് ലെവലാണ്, എക്സ്ക്ലൂസീവ്ലി ഇൻറ്റഗ്രേറ്റഡ് ഓൺലി ഇൻ ദ സ്പൈനൽ കോഡ്. വേറെ സെൻട്രൽ എന്ന് പറയുന്നത് ദർ ഇസ് ഇൻറ്റഗ്രേഷൻ ഇൻ ദ സ്പൈനൽ കോഡ്, ബ്രെയിൻ സ്റ്റെം ആൻഡ് കോർട്ടെക്സ്. ആൻഡ് ഹിയർ ഇൻ ദ ലോക്കൽ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഇൻട്രാക്ഷൻ വിത്ത് അതർ സിഗ്നൽസ് അഫറൻസ് ഫ്രം അതർ സുപ്രാസ്പൈനൽ സെഗ്മെൻറ്റ്സ്. ബട്ട് ഹിയർ എന്താണ്, ദർ ഇസ് ഇൻട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ലോക്കൽ എന്ന് പറയുന്നത് ദർ ഇസ് കൺട്രോളിങ് ഓൺലി ദ ഗ്രോസ് റിഫ്ലെക്സീവ് മൂവ്മെൻറ്റ്. സ്പീഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അക്യൂറസി. വെറാസ് ഇൻ സെൻട്രൽ എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് കുറച്ച് കുറഞ്ഞാലും അക്യുറസി ഉണ്ട്. കാരണം ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് അതർ സിഗ്നൽസ് ഓൾസോ. പ്രിസിഷൻ ആൻഡ് അക്യുറസി ഈസ് അച്ചീവ് ദോ സ്പീഡ് ഇസ് ഡിലേഡ്. ഇനി സ്പെഷ്യൽ സെൻസറി എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് സ്പെഷ്യൽ സെൻസറി ഇൻഫർമേഷൻ ഓൾസോ. സ്പെഷ്യൽ സെൻസറി ഏതൊക്കെയാണ് നമുക്കറിയാം, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇൻപുട്സ് ഓൾസോ. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ മോസ്റ്റ് ആക്യുറേറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹാമറിങ് എ നീഡിൽ ആണി അടിക്കുമ്പോൾ നമുക്ക് ബോത്ത് അവർ ഇയർ ആൻഡ് ഐ ഇസ് ബീങ് യൂസ്ഡ്. സോ ദാറ്റ് ഇസ് ബീങ് ഇൻവോൾവ് സ്പെഷ്യൽ സെൻസറി ഇൻഫർമേഷൻ, that is visual and auditory inputs are also used. That's why it's the most accurate feedback control mechanism, and that is hammering a needle is an example. സോ ഇതുവരെ നമ്മൾ ആകെ പറഞ്ഞത് വാട്ട് ഈസ് മൂവ്മെൻറ്റ് എന്നാണ്. മൂവ്മെൻറ്റ് എന്ന് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോഡി പാർട്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഇൻ പോസ്ചർ ഓർ പൊസിഷൻ. അഗോണിസ്റ്റിൻ്റെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ ഓഫ് ആൻറ്റഗോണിസ്റ്റ്. മസിൽസ് മൂവ്മെൻറ്റ് രണ്ട് തരമാണുള്ളത്, വോളണ്ടറി ആൻഡ് ദാറ്റ് ഇസ് ഓട്ടോമാറ്റിക് ആൻഡ് വൊളിഷണൽ. ഓട്ടോമാറ്റിക് ഇസ് റിഫ്ലെക്സീവ് ആൻഡ് ഇറ്റ് ഇസ് എക്സിക്യൂട്ടഡ് റാപ്പിഡ്ലി, വെറാസ് വൊളിഷണൽ ഇസ് വോളണ്ടറി ആൻഡ് ഇറ്റ് ഇസ് സ്ലോ ഇൻ എക്സിക്യൂഷൻ. മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഒക്കെ ചെയ്യുന്നത്, മോട്ടോർ സിഗ്നൽസ് ദാറ്റ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു മോട്ടോർ കോർട്ടെക്സ്. ഇൻ ദ മോട്ടോർ കോർട്ടെക്സ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ സ്റ്റെം, സ്പൈനൽ കോഡ്. പിന്നെ അത് സെൻസറി ഇൻപുട്ട് ആയിട്ടും കൂടി ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു മോട്ടോർ ഔട്ട്പുട്ട് ഗിവ് ഓഫ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് കോസസ് എ മൂവ്മെൻറ്റ്. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ലോക്കൽ, സെൻട്രൽ ആൻഡ് സ്പെഷ്യൽ സെൻസറി. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ലോവസ്റ്റ് ലെവലാണ്. സോ ദാറ്റ് മീൻസ് അവിടെ സ്പൈനൽ കോഡിൽ മാത്രമേ ഇതുള്ളൂ. വേറെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ്, ബ്രെയിൻ സ്റ്റെം, കോർട്ടെക്സ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഇൻട്രാക്ഷൻ വിത്ത് റെഫറൻസ് ഫ്രം അതർ സുപ്രാസ്പൈനൽ സെഗ്മെൻറ്റ്സ്. ഹിയർ ദർ ഇസ് ഇൻട്രാക്ഷൻ. സോ ലോക്കൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രോസ് റിഫ്ലെക്സീവ് മൂവ്മെൻറ്റിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. മറ്റ് സ്പീഡ് ഉണ്ട്, പക്ഷേ സെൻട്രലിനകത്ത് സ്പീഡ് കുറഞ്ഞാലും ദർ ഇസ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. മറ്റ് സ്പെഷ്യൽ സെൻസറി എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട്, സ്പെഷ്യൽ സെൻസസ്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് സ്പെഷ്യൽ സെൻസറി ഇൻഫർമേഷൻ ലൈക്ക് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻപുട്സ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് അക്യുറേറ്റ്. എക്സാമ്പിൾസും പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മസിൽസ്. നമുക്കറിയാം അനാറ്റമിയിൽ നമ്മൾ മസിൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊണേറ്റേഴ്സ്, സുപ്പിനേറ്റേഴ്സ്, ഫ്ലെക്സേഴ്സ്, എക്സ്റ്റൻസേഴ്സ്, അഡക്ടർ, അബ്ഡക്ടർ. പക്ഷേ ഫിസിയോളജിയിൽ നമ്മൾ വരുമ്പോൾ ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഇസ് ഓഫ് ദി ഫ്ലെക്സർ ആൻഡ് എക്സ്റ്റൻസർ മസിൽ. നമുക്കറിയാവുന്ന കാര്യമുള്ളൂ, ഫ്ലെക്സർ മീൻസ് ഇറ്റ് ഇസ് ഡിക്രീസിങ് ദി ആംഗുലർ ജോയിൻറ്റ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഇൻക്രീസിങ് ദി ആംഗുലർ ജോയിൻറ്റ്. ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് neurophysiology, we are classifying muscles into medial or proximal, lateral and distal. Medial or proximal, lateral or distal. Medial and medial muscle, lateral muscle. Medial or proximal muscle, lateral or distal muscle. So medial or proximal muscle example ആണ് axial, the muscles along the axial line, girdle muscles, then the proximal limb muscles. And their main function is affecting the posture and equilibrium. Whereas the lateral or distal muscles are the muscles of intrinsic muscles of digits and the distal muscles of extremities. Okay, that is, and the function എന്ന് പറയുന്നത് fine skilled movements നെ control ചെയ്യുന്നു. Fine skilled movements. Fine skilled movements നെയാണ് lateral ഇത് control ചെയ്യുന്നത്. Okay.
So once again, medial and നമുക്ക് മസിൽസിനെ ക്ലാസിഫൈ ചെയ്താക്കുന്നത് മീഡിയൽ ഓർ പ്രോക്സിമൽ, ലാറ്ററൽ ഓർ ഡിസ്റ്റൽ എന്നാണ്. ദ മീഡിയൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോക്സിമൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ ദി ആക്സിൽ ഓർ ഗേർഡൽ മസിൽസ് ആണ്. പ്രോക്സിമൽ ലിംബ് മസിൽസ് ഉണ്ട്, പിന്നെ അഫക്ട് ദ പോസ്റ്റർ ആൻഡ് ഇക്വിലിബ്രിയം ആണ്. വേറാസ് ലാറ്ററൽ ഓർ ഡിസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ഡിജിറ്റ്, നമുക്കറിയാം ഡിസ്റ്റൽ മസിൽസ്, അപ്പോൾ എക്സ്ട്രിമിറ്റീസിലെ ഡിസ്റ്റൽ മസിൽസ് ആണ്. ആൻഡ് ദാറ്റ് കൺട്രോൾ ദ ഫൈൻ സ്കിൽഡ് മൂവ്മെൻറ്റ്സ്. ആൻഡ് ദ മെയിൻ afferents of these muscles are from the 1A afferents, 2 and 1B afferents also. Main afferents are the 1A afferents, 1A afferents, 1A afferents, whereas 2 and 1B also are afferents. ഈ ടോപ്പിക്കിൽ ടുഡേസ് ടോപ്പിക് ഓഫ് ഡിസ്കഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ്ലി ആസ്ക് ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ ആണ്. അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം മോട്ടോർ ന്യൂറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ മോട്ടോർ ഫങ്ഷൻസ്. And these motor neurons are of two types, upper motor neuron and lower motor neuron. Upper motor neuron, lower motor neuron. At the upper motor neuron ennu parnal, they are derived from various motor areas of brain, such as motor cortex, brainstem and spinal cord, and they terminate directly or indirectly on the lower motor neuron. നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. നമുക്കറിയാം അപ്പർ മോട്ടോർ ന്യൂറോൺ ദേ ആർ ഡിറൈവ് ഫ്രം ദ ഫോർ ബ്രെയിൻ സ്റ്റെം, അതാണ് വേരിയസ് പാർട്സ് ഓഫ് ബ്രെയിൻ. ഇതല്ലേ ബ്രെയിൻ. അപ്പം ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നൊക്കെ അഫറൻസ് മീൻസ് ഡിറൈവ് ഫ്രം ദി അപ്പർ മോട്ടോർ ന്യൂറോൺസ്. ആൻഡ് ദെൻ അത് പോയിട്ട് എന്ത് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇൻ ടു ദി ആൻറ്റീരിയർ ഹോൺസിൽ. പിന്നെ അതെങ്ങോട്ടാണ്? ലോവർ മോട്ടോർ ന്യൂറോൺ. So basically they derive from the various parts of the brain, such as motor cortex, brainstem, spinal cord, and they terminate directly or indirectly on the lower motor neuron via interneurons. And these axons of these upper motor neurons, അപ്പോൾ ഇതിങ്ങനെ വന്നു അപ്പർ മോട്ടോർ ന്യൂറോൺ ഡയറക്ട്ലി എവിടെ പോയി എൻഡ് ചെയ്യുന്നു? ലോവർ മോട്ടോർ ന്യൂറോണിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ആൻഡ് ഇവരിങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് വയ ഇന്റർന്യൂറോൺസ്. ആൻഡ് ആക്സോൺസ് ഓഫ് അപ്പർ മോട്ടോർ ന്യൂറോൺസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിസെൻഡിങ് പാത്വേസ്. എക്സാമ്പിൾ ആണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്, വെസ്റ്റിബുലോ സ്പൈനൽ ട്രാക്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ഇൻ ദ ഫ്യൂച്ചർ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ ഓർത്തിരിക്കുക. കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്, വെസ്റ്റിബുലോ സ്പൈനൽ ട്രാക്ട്, CST, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആൻഡ് വെസ്റ്റിബുലോ സ്പൈനൽ ട്രാക്ട്, VST. സോ ഈ ഡയഗ്രാം ഓർത്താൽ മതി. ഫ്രം ദ ഡിറൈവ് ഫ്രം വേരിയസ് ഏരിയാസ് ഓഫ് ബ്രെയിൻ. അപ്പർ മോട്ടോർ ന്യൂറോൺ പിന്നെ എങ്ങോട്ട് പോയി എൻഡ് ചെയ്യുന്നു? ഇൻ ടു ദ ലോവർ മോട്ടോർ ന്യൂറോൺ വയ ഇന്റർന്യൂറോൺസ്. ആൻഡ് അതിൻ്റെ നടുക്ക് നമ്മൾ ആൻറ്റീരിയർ ഹോൺസിൽസ് പറയുന്നുണ്ട്. നമുക്കിപ്പം പറയാം. ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ദിയർ ഒറിജിൻ ഇസ് ഫ്രം ദി ആൻറ്റീരിയർ ഹോൺസിൽസ്. നമുക്കറിയാം ഇവിടെ നമുക്ക് കണ്ടാലേ അറിയാം. ഇതാണ് ലോവർ മോട്ടോർ ന്യൂറോൺ. ലോവർ മോട്ടോർ ന്യൂറോണിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഫ്രം ദി ആൻറ്റീരിയർ ഹോൺസിൽസ് and they innervate the skeletal muscles. So the lateral motor neurons, the origin is from the anterior hornsels and they innervate the skeletal muscles. Okay, ഈ ഡയഗ്രാം ലോവർ മോട്ടോർ ന്യൂറോണിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഫ്രം ദി ആൻറ്റീരിയർ ഹോൺസിൽസ്. ഓക്കെ, ഇനി ഈ ലോവർ മോട്ടോർ ന്യൂറോൺസ് ഇസ് ഡിവൈഡ് ഇൻ ടു ആൽഫ ആൻഡ് ഗാമ. അതായത് ആൽഫ എന്ന് പറയുന്നത് fibers are the final common pathway of motor output signals from the CNS. Final common pathway of motor output signals from the CNS, and they innervate the extrafusal fibers and they are responsible for force generation. Whereas gamma എന്ന് പറയുന്നത് they contribute to 30% of fibers arising from the anterior hornsel. നമുക്കറിയാം ഇവിടെ ആൻറ്റീരിയർ ഹോൺസെൽസിൽ നിന്നാണ് ലോവർ മോട്ടോർ ന്യൂറോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലോവർ മോട്ടോർ ന്യൂറോണിൻ്റെ രണ്ട് ടൈപ്പാണ്, ആൽഫയും ഗാമയും. സോ ഗാമ എന്ന് പറയുന്ന ആൻറ്റീരിയർ ഹോൺസെൽസിൽ നിന്ന് ഉണ്ടാകുന്നതിൽ ജസ്റ്റ് 30% ഓഫ് ഫൈബേഴ്സേ ഉള്ളൂ. ആൻഡ് they innervate just the intrafusal fibers. Whereas the alpha neurons, they innervate the extrafusal fibers. And alpha neurons are responsible for force generation, whereas the gamma neurons are responsible for the innervation of intrafusal fibers, and they are not contributing to any force, but they regulate the sensitivity of muscles. Sensitivity and they regulate the sensitivity of the muscle. എന്ന് പറഞ്ഞാൽ they contribute to the muscle, the regulation of muscle length, tone of muscle, length of muscle regulate ചെയ്യുന്നതാണ് the gamma neurons. Okay, and the motor neuron pool എന്ന് പറയുന്നത് that is contributed by the anterior horn cells. The motor
neuron pool is contributed by the anterior horn cells. So basically we'll just revise what is motor neurons that regulate the motor functions. Then the upper motor neurons are derived from the different areas of brain, and they terminate directly or indirectly on the lower motor neurons via interneurons. And axons of this UMN, they form the descending pathway. Example is CST and VST, corticospinal tract, vestibulospinal tract. Then lower motor neurons, as they originate from the anterior horn cells, and they innervate the skeletal muscles. And there are two types, alpha and gamma. Alpha is the final common pathway of motor output signal, and they innervate the extrafusal fibers and responsible for generation of force. Whereas gamma in the just 30% of the fibers arising from anterior horn cells and they innervate the intrafusal fibers, and they regulate the sensitivity of the muscle, both the length and tone. But force generation avarkku role illa. And motor neuron pool is contributed by the anterior horn cells. Anterior horn cells ennu parnal, they are the ventral horn of spinal gray matter. Spinal gray matter inde ventral horn aanu anterior horn cell. Then the next topic is muscle spindle. So it's also a very important question. So here in this class we just an introduction maatrame ullu. Muscle spindle ennu parnal, their name so spindle endondana fusiform in shape alle ingane oru shape alle. So it is fusiform in shape. Then number varies according, that means number of muscle spindles, the number vary according to function. For example, in muscles that is performing very fine movements, avada muscle spindle inde ennam valare koodalaayikkum. So number vary according to functions. They usually contributed by 2 to 12 fibers. Then they are covered by a connective tissue capsule, and a capsule naathulla fibers are the intrafusal fibers, and those which is outside the fibers is the extrafusal fibers, inside and outside. Then intrafusal fibers inside and so that's why it's more embryonal notion, less striations and the arrangement is parallel to the extrafusal fibers. And on ends, the intrafusal fibers on ends, they are connected to the extrafusal fibers. And that is responsible, means oru intrafusal fibers in the endil extrafusal fibers on ends they are getting connected to the extrafusal fibers. And അതുകൊണ്ട് ഒരു സ്റ്റിമുലസ് വരുമ്പോഴത്തേക്കും റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നത് അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സ് ഗെറ്റ് കണക്റ്റഡ് ടു ദ എക്സ്ട്രാഫ്യൂസൽ ഫൈബേഴ്സ്. ആ ഒരു കണക്ഷനാണ് ഒരു സ്റ്റിമുലസ് വരുമ്പോഴത്തേക്കും ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സിനെ ആ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നത്. So intrafusal fibers and extrafusal fibers under. Intrafusal fibers is embryonal, less striations and parallel to the extrafusal fibers. Now intrafusal fibers again നമ്മൾ രണ്ട് തരമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, nuclear bag fibers and nuclear chain fibers. Bag fibers are longer than nuclear chain fibers. Bag എന്ന് പറയുമ്പോഴേ നമുക്കറിയാം it is dilated at the center, whereas nuclear chain fiber എന്ന് പറഞ്ഞാൽ ഒരു റോ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ ചെയിൻ പോലെ. And here it is nuclear bag fiber is contributed by 2 to 3 fibers. മറ്റേതിനകത്ത് 4 to 5 fibers ആണ് nuclear chain-നകത്തുള്ളത്. ഇനി nuclear bag fibers are divided into bag 1 and bag 2. Bag 1 has low myosin ATPase activity, whereas bag 2 has high myosin ATPase activity, and this is best active in the dynamic state, that is in the sudden response. Sudden response-ലാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്, whereas ഇതെന്ന് പറഞ്ഞാൽ sustained response, that is ആണ് static state-ലാണ് bag 2 fibers are activated. And the nuclear bag fibers have multiple nuclei. And receptor location എന്ന് പറഞ്ഞാൽ ഈ ഒരു മസിൽ സ്പിൻഡിൽ എടുക്കുമ്പോൾ അതിൻ്റെ നടുക്ക്, that is in the center part, you will only find receptors. That is a non-contractile part. It is a non-contractile part, whereas this periphery അവിടെയാണ് എന്തുള്ളത്, contractive elements ഉള്ളത്. So the contractive elements are located towards the periphery, whereas the non-contractile elements are present in the center. And avade endanulladu, they have contained the receptors. Stretch receptors evideyanu, this is the center. The contractile elements that is responsible for contraction is in the periphery. Clear? So muscle spindle, why it is named so? Because of their shape. Number vary according to their function. 2 to 12 fibers ആണുള്ളത്, connective tissue capsule ഉണ്ട്, അതിനകത്തുള്ളത് ഇൻട്രാഫ്യൂസൽ, പുറത്തുള്ളത് എക്സ്ട്രാഫ്യൂസൽ. Intrafusal fibers കുറച്ച് അകത്തായതുകൊണ്ട് embryonal notion, less striations, arrangement parallel ആണ്. It is connected to the ends in the extrafusal fibers, and that is responsible for the responding, like connected to the, it's responsible for the response to stimulus of the intrafusal fibers. Intrafusal fibers രണ്ട് തരമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, bag and chain. Bag is more longer than chain. Bag എന്ന് പറയുമ്പോൾ dilated center, 2 to 3 fibers ആണ്, മറ്റേത് 4 to 5 fibers.
Bag 1 and bag 2 is a further classification of bag fibers. Bag 1 has the low myosin ATPase activity, whereas bag 2 is having high myosin ATPase activity. Low എന്ന് പറയുമ്പോഴത്തേക്കും it is most active in the dynamic state, that is sudden response ആണ്. മറ്റേത് sustained static സ്റ്റേറ്റിലാണ് ആക്റ്റീവ്. And multiple nuclei ഉണ്ട്. And receptor location peripheral ഉള്ളതാണ് contractile elements, whereas in the center there is non-contractile elements. Receptors ആണ് അവിടെ ഉള്ളത്. And that's all about the muscle spindle. So a quick recap of what we have learned today. Introduction to motor system ആണ് the topic. Very basic കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മസിൽ സ്പിൻഡിലും അപ്പർ മോട്ടോർ ന്യൂറോൺ, ലോവർ മോട്ടോർ ന്യൂറോൺ. മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. How is it caused? Different types of movement, automatic and volitional. How does movement occur? This flowchart is more than enough. Then feedback control system, local, central and special sensory. Muscles, flexors, extensors, medial, proximal, lateral, distal. Examples: medial muscles are along the axle and girdle. Muscles are the proximal limb muscles also there. They affect the posture and equilibrium. Intrinsic muscles of digits and distal muscles of extremities are example of the lateral or distal muscles, and they control the fine voluntary skill movements. The main efferents are 1A efferents, and the 2 and 1B also contribute. Then motor neurons, upper motor neuron, lower motor neuron. Upper motor neuron from the brain cortex, motor cortex, brainstem, spinal cord, they get terminated into the lower motor neuron, and the axons of these neurons form the descending pathway. Then lower motor neuron, they originate from the anterior horn cells and innervate the skeletal muscle alpha and gamma. Then we discuss what is muscle spindle, intrafusal fibers, extrafusal fibers. Intrafusal fibers രണ്ട് തരം. Again I divide ചെയ്ത് nuclear chain and nuclear bag fibers. Nuclear bag fibers again I divide ചെയ്തിട്ടുണ്ട് bag 1 and bag 2. So this is all about the introduction to motor system. So thank you.